സുഖമാണേ നിലാവ് എന്തു രസമാണേ കാറ്റ്. 27 പടം ഒരു വർഷം, 28 പടം, ആരെടുത്തും നോ എന്ന് പറയാൻ വയ്യ. ഒരു പാറ്റേണിലാണല്ലോ ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ട് വരുമ്പോൾ നമുക്കെല്ലാം റൊമാൻസ് ആയിരിക്കും അധികം വരുന്നത്. ആ ഒരു ഫ്രഷ്നെസ് കൊണ്ടുവരാൻ സാർ എന്ത് മാജിക്കാണ് ആഡ് ചെയ്യുന്നത്? അതൊന്നും മാജിക് പഠിച്ചിട്ടുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് അത്. ഞാൻ ഒരു വലിയ പൊസിഷനിലാണ് നിന്നിരുന്നത്. അതായത് ഇതാ ഇന്നു മുതൽ എന്ന് പറഞ്ഞ സിനിമയിൽ ഫാസിൽ എന്ന് പറയുന്ന ഡയറക്ടർ പാച്ചിക്കാർ വലിയൊരു ഗൈഡൻസ് ആയിരുന്നു എനിക്ക്. മഞ്ഞിലൊരിഞ്ഞ പൂക്കളുമായി പിന്നീട് ഒരു സിനിമ ചെയ്യാൻ പറ്റിയിട്ടില്ല. സിനിമകൾ ഒരുപാട് ഹിറ്റായിട്ടുണ്ട്. ശങ്കരേട്ടൻ വിളിച്ചു വിളിക്കുമെന്ന് പറയുന്നത്. ശങ്കരേട്ടൻ വിളിക്കും. ഞാൻ എല്ലാ ദിവസവും ഫോൺ ഭയങ്കര ഡെല്ലൊക്കെ കൂട്ടി വെച്ചു. അത് ദൈവം സഹിച്ച് എനിക്ക് കിട്ടി. അത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിൽ ഇതിൻ്റെ BGMs ചെയ്തിട്ടുണ്ട്. നമസ്കാരം, വെൽക്കം ടു ഓൾക്കസ്. ഇന്ന് നമുക്കൊപ്പം എഴുത്തോല എന്ന മൂവിയുടെ വിശേഷങ്ങളുമായി ജോയിൻ ചെയ്യുന്നു ശങ്കർ സർ, മോഹൻ സിത്താര സർ ആൻഡ് നിഷ ചേച്ചി. 3 പേർക്കും നമസ്കാരം. നമസ്കാരം. അപ്പോൾ എഴുത്തോല സർ പ്രൊഡ്യൂസും ചെയ്യുന്നുണ്ട്, ആക്ടിങ് ചെയ്തു. എന്താണ് ഈ മൂവി ചൂസ് ചെയ്യാനുണ്ടായിരുന്നത്? അതിൻ്റെ കഥ തന്നെയാണ്. ഇപ്പോൾ ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ ഫ്രണ്ടാണ് സുരേഷ് ഉണ്ണികൃഷ്ണൻ. അദ്ദേഹം UK-ലാണ്. ഇപ്പോൾ ഞാനിപ്പോൾ UK സെറ്റിൽഡാണ്. പക്ഷേ എൻ്റെ വർക്കിനായിട്ട് വന്നും പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ വേറൊരു ഫിലിമാണ് ശരിക്കും പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ കഥയും ഡിസ്കഷനൊക്കെ നിൽക്കുമ്പോൾ അത് കുറേയും കൂടിയും ഒരു വലിയ സിനിമയാണ്. അപ്പോൾ അത് കുറച്ചുകൂടി ടൈം എടുക്കും എന്ന് ആ സമയത്ത് ഈ കോവിഡൊക്കെ കഴിഞ്ഞ സമയമായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് സമയം എടുക്കുന്ന അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ പുള്ളി ഈ കഥ പറഞ്ഞു. ഈ എഴുത്തോലയുടെ കഥ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഒരു കഥയാണ്. ഈ ആശാത്തി എന്ന് പറയുന്ന ക്യാരക്ടറൊക്കെ അയാൾ ക്രോസ് ചെയ്ത് പോയിട്ടുള്ള ക്യാരക്ടേഴ്സ്. അപ്പോൾ അദ്ദേഹം ഈ കഥ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാനും കുറച്ച് സുഹൃത്തുക്കളുണ്ടായിരുന്നു, അവർക്കൊക്കെ ഇഷ്ടമായി. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് നല്ലൊരു സിനിമയാണ്, എന്തുകൊണ്ട് നമുക്ക് ഇത് ചെയ്തുകൂടാം. അപ്പോൾ ഇതിൻ്റെ കമേഴ്ഷ്യൽ സാധ്യതകളൊക്കെ കുറവാണെന്ന് നമുക്കറിയാം. ബിക്കോസ് ഒരു സിനിമ തിയേറ്ററിൽ വന്ന് വിജയിക്കണമെങ്കിൽ അതിന് ചില കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊന്നും ചിലപ്പോൾ ഈ സിനിമയിൽ സംഭവിക്കില്ല എന്നറിയാം. എന്നാലും ഇത്രയും നല്ലൊരു കഥ, ഇത്രയും നല്ലൊരു സിനിമ എന്തുകൊണ്ട് നമുക്ക് പക്ഷേ ഇതിലൊരു കാസ്റ്റിംഗ് ഒരു പ്രോബ്ലം ആയിരുന്നു. ബിക്കോസ് ഈ ആശാത്തി എന്ന് പറയുന്ന ക്യാരക്ടർ ഇതൊരു ആശാൻ്റെ അവരുടെ കഥയാണ്. മെയിൻലി ആശാത്തിയാണ്. ഈ കാസ്റ്റിംഗ് ഇതിനൊരു പ്രോപ്പർ കാസ്റ്റ് കിട്ടിയില്ലെങ്കിൽ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം. ബിക്കോസ് ഒരു ചെറുപ്പം തൊട്ട് 75 വയസ്സ് വരയ്ക്കുള്ളൊരു ക്യാരക്ടറാണ്. അപ്പം നമ്മളിങ്ങനെ ഓരോ പേരുകളൊക്കെ പറഞ്ഞ് അവസാനം എത്തിയത് നിഷ സാറിലേക്ക് എത്തി. അപ്പോൾ അവർ നാച്ചുറലി ഒരു ഗുഡ് പെർഫോമറാണെന്ന് നമുക്കറിയാം. നല്ല ഒരുപാട് പെർഫോമൻസ് അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഡിസിഷൻ, ആ ഒരു കാസ്റ്റ് കിട്ടിയപ്പോൾ നമ്മളിത് എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വരുന്നത്. ചേച്ചി എന്താ തോന്നുന്നു, ഇത്രയും വലിയൊരു ക്യാരക്ടർ ചേച്ചിയെ തേടി വന്നു? ചേച്ചി എന്താ തോന്നുന്നത് ഈ സമയത്ത്? ഇത്രയും വലിയൊരു ക്യാരക്ടർ വരുമ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു ഭാഗ്യം കിട്ടുന്നത് അത്ഭുതമാണ്. പക്ഷേ അത് ധൈര്യത്തിൽ ഏൽപ്പിച്ച ആൾക്കാരോട് എനിക്ക് തീരാത്ത കടപ്പാടാണ്. അപ്പോൾ അതുകൊണ്ട് സുരേഷ് ഉണ്ണികൃഷ്ണൻ, അതുപോലെ തന്നെ ശങ്കരേട്ടൻ, പിന്നെ അതിലുണ്ടായിരുന്ന എല്ലാവരും, അവരോടൊക്കെ എനിക്ക് ലൈഫ് ലോങ് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പിന്നെ എനിക്കത് ചെയ്യാൻ പറ്റിയത് ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. കാരണം എനിക്കൊട്ടും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ഞാൻ ചെയ്താൽ ശരിയാവോ എന്നൊരു 100 പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ എന്തോ ദൈവത്തിൻ്റെ, എൻ്റെ മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും ദൈവത്തിൻ്റെയും പിന്നെ നമ്മളെ എഴുത്തോലുള്ള എല്ലാ ആൾക്കാരുടെയും സപ്പോർട്ട് കൊണ്ട് അത് ചെയ്യാൻ പറ്റും. സർ, മ്യൂസിക്കിൽ എന്തൊക്കെയാണ് ഇത്തവണ ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത് ഈ മൂവിയിലൂടെ? നമ്മൾ ഒരു കഥ അല്ലെങ്കിൽ സിനിമേനെ ആസ്പദമായിട്ടുള്ള നമ്മൾ മ്യൂസിക് ചെയ്യുന്നതായിരുന്നു. പ്രത്യേകിച്ച് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു ക്ലാസിക് മൂഡാണ് ടോട്ടൽ ഫിലിമിൻ്റെ ഒരു സ്ട്രക്ചർ. അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് നന്നായി ചെയ്യാൻ പറ്റി. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു നല്ല സിനിമ ചെയ്യുന്നത്. സിനിമ ചെയ്തുകൊണ്ടെങ്കിൽ പോലും നമുക്ക് മനസ്സിന് ഇണങ്ങുന്ന ഒരു സബ്ജക്റ്റ്, അത് ദൈവം സഹിച്ച് എനിക്ക് കിട്ടി. അത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിൽ ഇതിൻ്റെ BGMs ചെയ്തിട്ടുണ്ട്.
പിന്നെ ഇതിൻ്റെ പാട്ട് 2 പാട്ടാണുള്ളത്. ഒരു പാട്ട് ഒരു സുരേഷിൻ്റെ ഫ്രണ്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു പാട്ട് ഞാൻ. ആ ഒരു പാട്ട് നമ്മളെ വ്യഞ്ജനാക്ഷരങ്ങൾ നമ്മളെ ഈ വെച്ചിട്ടാണ് നമ്മൾ ആ പാട്ടുണ്ടാക്കിയുള്ളത്. അത് മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം. അപ്പോൾ അതെനിക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മുടെ കുട്ടികളിലെ ഇപ്പോൾ ഈ മലയാള നമ്മൾ വിട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് വ്യഞ്ജനാക്ഷരങ്ങൾ പഠിക്കാൻ പറ്റുന്നൊരു രീതിയിലും കൂടിയാണ് ഈ പാട്ട് കേട്ട് അവർക്ക് പഠിക്കാം. അവർ കാരണം അത് മാതാപിതാക്കൾ പറഞ്ഞ് അവർക്ക് കൊടുക്കണം, അത് കേൾപ്പിക്കണം അവർക്ക്. ഇങ്ങനെ തന്നെ പാട്ട് ഇതൊക്കെയാണ് നമ്മുടെ മലയാളാക്ഷരങ്ങൾ എന്നൊക്കെ അവർക്ക് മനസ്സിലാവണം. അപ്പോൾ അതിന് പറ്റുന്നൊരു പാട്ടാണ്. നമ്മുടെ മധു ബാലകൃഷ്ണനാണ് അത് പാടിയിട്ടുള്ളത്. അസലായി പാടിയിട്ടുണ്ട്. അത് 2 വരി പാടാം. ഈ ഉ ഋ എ ഐ ഈ ഉ ഋ എ ഐ. നല്ലൊരു പാട്ടാണ്. കുറെ കാലങ്ങൾക്ക് ശേഷം ഇതുപോലെ നല്ലൊരു എല്ലാ അക്ഷരങ്ങളും. ഈ ഒരു പാട്ട് കേട്ടാൽ നമ്മുടെ മലയാള അക്ഷരങ്ങളെല്ലാം നമുക്ക് കുട്ടികൾക്ക് ഈ ഒരു പാട്ടിട്ട് കൊടുത്താൽ മതി. എല്ലാ മ്യൂസിക്കും അത് കൂടെ കേൾക്കണം. ഭയങ്കര നല്ലൊരു സോങ്ങാണ്. കൃഷ്ണനൊക്കെ ചെയ്തത് എൻ്റെ മോനാട്ടോ. കൃഷ്ണനൊക്കെ ചെയ്തത് എൻ്റെ മോനാ. സാറിന്റെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്നു എപ്പോഴും ഒരു ഫ്രഷ്നെസ് അല്ലെങ്കിൽ സാറിന്റെ മ്യൂസിക്കിന് ഉണ്ട്. ഇപ്പം നമ്മുടെ ലേറ്റസ്റ്റ് മൂവീസ് ഇപ്പം നമ്മൾ ആ മൂവിയൊക്കെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ആയിരുന്നു. സുഖമാണോ നിലാവ് കേൾക്കുമ്പോൾ അപ്പം ആ ഒരു ഫ്രഷ്നെസ് കൊണ്ടുവരാൻ സാർ എന്ത് മാജിക്കാണ് ആഡ് ചെയ്യുന്നത്? അതൊന്നും പഠിച്ചിട്ടുണ്ട്. അതെ, മ്യൂസിക് പഠിച്ചത് പോലെ ചെയ്യാൻ പറ്റില്ല. അതെ, തോന്നാറുണ്ട് ശരിക്കും സാർ മജീഷ്യൻ ആണോന്ന് ചിലപ്പോൾ. എന്നുവെച്ചാല് നമ്മളൊരു സിറ്റുവേഷനാണല്ലോ നമ്മൾ മ്യൂസിക് ഉണ്ടാക്കുന്ന. ഒരു ഡയറക്ടർ നമ്മളോട് കഥ പറയണ ഇന്നതാണ് സിറ്റുവേഷൻ, അത് ആ സിറ്റുവേഷൻ തന്നെ ആയി പോകണമെന്ന് ഞാൻ ഉണ്ടാക്കുന്നൊന്നുമല്ല. ഞാൻ എല്ലാവരും പറയുന്നതാണ്. എനിക്കിതിനെ പറ്റൊന്നും അറിയില്ല. അത് ദൈവം ആരോ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. അപ്പോൾ സുഖമാണേ നിലാവ് എന്തൊരസമാണേ കാറ്റ്, ഒരു സന്ധ്യ നേരത്തിൽ അങ്കാറ്റിലൊക്കെ ഇങ്ങനെ പറക്കുന്ന ഒരു ഭയങ്കര ഫീലുള്ളതാണ്. അത് ഞാൻ വേറെ മൂഡിൽ ചെയ്തില്ല, ചിലപ്പോൾ ഈ സുഖം കിട്ടില്ല. പിന്നെ അതിനൊക്കെ ഉപരി അതിൻ്റെ വരികളാണ്. ഞാൻ ട്യൂൺ മാത്രമാണ് അത് ആദ്യം ഇട്ടത്. പറയൂ നീ കാറ്റ്, സുഖം ഉണ്ടാവില്ല, സുഖ കണ്ട സുഖമാ. ആ ഫസ്റ്റ് നോട്ട് ആ സുഖത്തിലാണ് അത് എല്ലാവരും മനസ്സിലേക്ക് കയറുന്നത്. അപ്പോൾ വാക്കുകൾ പ്രാധാന്യമുള്ള ഒരു സംഗീതം അല്ലെങ്കിൽ ട്യൂണിനെ ബൂസ്റ്റ് ചെയ്യുന്നത്, അതിനെ സക്സസ് ആക്കുന്നതിൻ്റെ പാട്ടുകൾ. അപ്പം ഞാൻ ഉദാഹരണം പറയുമ്പോൾ എൻ്റെ വേറെ പാട്ടുണ്ട്, ശിവദം ശിവനാമം ശ്രീപാർവതീശ്വര. ആ പാട്ട് നമ്മൾ സാധാരണ വാക്കുകളാണെങ്കിൽ പാട്ട് നന്നാവില്ല. അപ്പം എവിടെ നീ എവിടെ എൻ പ്രേമ ഗായകൻ എവിടെ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ സുഖം ഉണ്ടാവില്ല. അപ്പോൾ ശിവദം ശിവനാമം ആ വാക്കുകളെ, ആ പഞ്ചുള്ള വാക്കുകളാണ് ആ പാട്ടിന് നന്നാക്കുന്നത്. അപ്പോൾ സംഗീതവും ലിറിക്സും ഒരു ഭാര്യ ഭർത്താവ് പോലെ ഉണ്ടാവണം, എങ്കിലതിനൊരു ഡെപ്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഈ പടത്തിൽ എഴുത്തോലയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇരുത്തി പറഞ്ഞതല്ല കേട്ടോ, നമ്മുടെ പല സീനുകളിലും നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. കാരണം നിഷക്ക് അതിനകത്ത് അഭിനയിക്കുന്നല്ല, അതിനെ ജീവിച്ചിരിക്കുകയാണ്. ഇതിലെല്ലാ ക്യാരക്ടേഴ്സും അതെ. ശങ്കർജി കുറച്ച് സമയത്തിന് വരുന്നൊരു വേറെ അത് ടോട്ടൽ മാറിപ്പോകും, പടത്തിൻ്റെ ഒരു മൂഡ് മാറിപ്പോകുന്നു. അതുപോലെ നിഷ 75 വയസ്സുള്ള സ്ത്രീ ഭയങ്കരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ അഭിനയിക്കണ ആ ലെവലാണ് അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവരും എന്താ പറയുക, എല്ലാവരും നിമിത്തമാണ്. ചേരേണ്ടവർ ചേർന്നപ്പോൾ നല്ലൊരു പടമായി മാറി. പിന്നെ അതുപോലെ കാസ്റ്റിംഗ്, നമ്മളെപ്പോഴും ഒരു പടത്തിന് സക്സസ് ആവുന്നത് അതിൻ്റെ കാസ്റ്റിംഗ് ആണ് അല്ലേ. നമ്മളിപ്പോൾ ഇന്ന ടൈപ്പ് ഒരാളാണ് നമുക്ക് വേണ്ടത്, അത് നല്ല ഭംഗിയുള്ള ആളായിട്ട് ചിലപ്പോൾ ബോറായി പോകും.
ഭംഗി കുറഞ്ഞൊരു അങ്ങനത്തെ അന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ഈ പടത്തിലെല്ലാവരും. കാരണം അത് നാച്ചുറൽ ആയിട്ടുള്ള കാസ്റ്റിങ്സ് ആണ്. അതിന് തന്നെ ഒരു സുഖമുണ്ട്. ഇപ്പം സാറിൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, എന്തുകൊണ്ട് മാറി നിന്നു സിനിമയിൽ നിന്ന്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കതൊന്നുമല്ല ചോദിക്കാറുള്ളത്. സാറ് എടുത്ത തീരുമാനങ്ങൾ എവിടെയെങ്കിലും തെറ്റിപ്പോയി എന്ന് സാറിന് ഫീൽ ചെയ്തിട്ടുണ്ടോ? സാറിന് എപ്പോഴെങ്കിലും ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്തിട്ടുണ്ടോ പോകണ്ടായിരുന്നു സിനിമയിൽ നിന്ന്? ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ടൈമിൽ ആ കാലഘട്ടത്തിൽ ഓഫ്കോഴ്സ് എന്നെക്കാട്ടിലും കൂടുതൽ സിനിമകളിൽ നസീർ സാറൊക്കെ ഒരു വർഷം ചെയ്ത് കാണും ചിലപ്പോൾ, അല്ലെങ്കിൽ അതുപോലെയുള്ള ആ കാലഘട്ടം. പക്ഷെ എനിക്ക് 27 പടം ഒരു വർഷം, 28 പടം, ആരെടുത്തും നോ എന്ന് പറയാൻ വയ്യ. ആര് വിളിച്ചാലും നമുക്ക് നോ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് സിനിമ ചെയ്യുക എന്നായിരുന്നു അന്നത്തെ ആ ഒരു എൻ്റെ തീരുമാനം. എൻ്റെ അല്ല, അന്ന് അഭിനയിച്ചിരുന്ന എല്ലാവരും. അപ്പോൾ 27 പടം, 28 പടം, അങ്ങനെ 30, അങ്ങനെ ഒരു 4-5 വർഷം അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ബോറടിച്ചോട്. രാവിലെ എഴുന്നേക്കുക, ഷൂട്ടിങ്ങിന് പോവുക, തിരിച്ച് രാത്രി 9-10 മണിക്ക് വരിക, കടന്നുറങ്ങുക, പിന്നെ എഴുന്നേക്കുക, രാവിലെ പോവുക. അപ്പോൾ ആ ഒരു, പിന്നെ എനിക്ക് തന്നെ എന്നെ കണ്ട് ബോറടിച്ചു തുടങ്ങി. അപ്പോൾ എല്ലാ ആഴ്ചയും ഓരോ പടം ഇറങ്ങും, 2 പടം ഇറങ്ങും. അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ കണ്ടിട്ടേ ഞാൻ വിചാരിച്ച ഒരു ബ്രേക്ക് എടുക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ഇതിൻ്റെ ഒരു പാറ്റേണിലാണല്ലോ, ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ട് വരുമ്പോൾ നമുക്കെല്ലാം റൊമാൻസ് ആയിരിക്കും അധികം വരുന്നത്. പാട്ട് പാടുക, പിന്നെ അല്ലെങ്കിൽ അത് പാട്ട് പാടുക എന്ന് പറയുന്നത് എൻ്റെ ഭാഗ്യമാണ്. എനിക്ക് ഒരുപാട് നല്ല ഗാനങ്ങളിൽ അഭിനയിക്കാൻ സാധിച്ചു. പിന്നെ ആക്ഷൻ രംഗങ്ങളിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, അതല്ല ഫൈറ്റ് ഗീറ്റൊക്കെ. പക്ഷെ എന്നാലും മിക്കവാറും റൊമാൻസും എന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സുഗമോദേവി സമയത്ത് ഞാൻ ആ സിനിമ കഴിഞ്ഞപ്പോൾ ഞാൻ നാഗവള്ളിയുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യണമെന്ന്. അങ്ങനെയാണ് കിഴക്കണൂരും ബഷീൽ എന്നെ വില്ലനായിട്ട് കാസ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ ചേഞ്ച് ചെയ്താലും എനിക്കെന്തോ ഒരു തൃപ്തികേട്. ഞാൻ വെച്ചു എന്തുകൊണ്ട് നമുക്ക് ഫിലിം ഡയറക്റ്റ് ചെയ്തുകൂടാ, ഇനി ഡയറക്ഷനിലോട്ട് പോകാൻ, കുറച്ച് വേറെ എന്തെങ്കിലും ചെയ്തിട്ട് പിന്നെ തിരിച്ചു വരാമെന്ന് തോന്നി. ഡയറക്ഷനും ശരിക്ക് നടന്നില്ല ആ സമയത്ത്. അത് വേറെ പല കാരണങ്ങൾ കൊണ്ട് അത് നടക്കാതെ പോയി. സുരേഷ് ഗോപിയെ വെച്ചാണ് ഞാൻ പടം പ്ലാൻ ചെയ്തത്. പിന്നെ 4 വർഷം കഴിഞ്ഞ് ഞാൻ റിഗ്രറ്റ് ചെയ്യാൻ തുടങ്ങി. ബിക്കോസ് നമ്മൾ ഒരു പ്ലേസ് നമുക്ക് കിട്ടുക സിനിമയിലെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഞാൻ ഒരു വലിയ പൊസിഷനിലാണ് നിന്നിരുന്നത്. എൻ്റെ സിനിമകളൊക്കെ സക്സസ്ഫുൾ ആയിരുന്നു, ഒക്കെ വലിയ ഹിറ്റായി ഓടിയ സിനിമകൾ. പക്ഷെ ആ ഒരു ടൈം വന്നപ്പോൾ, അപ്പോൾ പക്ഷേ 4 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും 1-2 പേര് എന്നെ വന്ന് അപ്രോച്ച് ചെയ്ത് എന്തോ അങ്ങനെ മാറി നിൽക്കേണ്ട ചെയ്യാം. പക്ഷെ പിന്നീട് നമ്മൾ ചെയ്ത സിനിമകൾ വലിയ സക്സസ്സിലേക്ക് പോയില്ല. സൂര്യവനം എന്ന് പറഞ്ഞ സിനിമ ചെയ്തു, ഭദ്ര ചെയ്തു, ഫയർ ചെയ്തു, അങ്ങനെ കുറേ സിനിമകളൊക്കെ അങ്ങനെ ചെയ്തു വന്നു. പക്ഷെ 2001, 2002, 2004, 2005 വരെയൊക്കെ ഞാനിങ്ങനെ വേറെ സിനിമകളിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്നു. പക്ഷെ എന്താ അറിയില്ല, മേ ബി അതാണ് സമയം. ബിക്കോസ് നമുക്ക് നല്ലൊരു സമയം ഉണ്ടായിരുന്നു, ബാഡ് ടൈം വരും, അത് നമ്മൾ ഫേസ് ചെയ്തല്ലേ പറ്റുള്ളൂ. പക്ഷെ ഇന്നും ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ചേച്ചിയിലേക്ക് ഇത്രയും വലിയൊരു ക്യാരക്ടർ വരുമ്പോൾ, ചേച്ചിയാണ് അതിൻ്റെ ഒരു സോൾ ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ എത്രത്തോളം ടെൻസ്ഡ് ആയിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ ഇതാക്കാൻ വേണ്ടിയിട്ട് ചേച്ചി എന്തൊക്കെ പ്രിപ്പറേഷൻസ് ചേച്ചിയുടെ ഭാഗത്തുനിന്ന് വേണ്ടി വന്നു? അങ്ങനെ പ്രിപ്പറേഷൻ ചെയ്യാനുള്ള ബുദ്ധിയും വിവേകമൊന്നും എനിക്കില്ല. അപ്പോൾ ഒരിക്കൽ പോലും എനിക്ക് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെയൊന്നും ഓർത്തു വെക്കാനുള്ള ഒരു സെൻസൊന്നും എനിക്കുള്ള ആളല്ല ഞാൻ. പക്ഷെ അത് വെറുതെ ഉണ്ട്, പടം കണ്ടാൽ മനസ്സിലാവും. ലാസ്റ്റ് ക്ലൈമാക്സിലൊക്കെ ചെയ്ത് ഒരു പ്രിപ്പറേഷൻ മനസ്സിലെങ്കിലും ആലോചിച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാതെ ഇല്ല, സത്യമായിട്ടില്ല, ഇല്ല, ഒരിക്കലും ഇല്ല. എനിക്കറിയില്ല അങ്ങനെ. എനിക്ക് എപ്പോഴും ചിന്തിക്കാറുണ്ട്, എല്ലാവരും ഇങ്ങനെ പറയുമ്പോഴേ എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ്. ചേച്ചി എനിക്കൊന്ന് ശരിക്കും ഡയറക്ടേഴ്സ് ആക്ടർ ആണെന്ന് തോന്നുന്നില്ലേ? ഡയറക്ടർ പറയുന്നത് പോലെ ചെയ്യുന്ന. ഇപ്പൊ നമുക്കൊരു ക്യാരക്ടർ നമുക്ക് തരുമല്ലോ. ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയാണ്, എപ്പോഴും ചിന്തിച്ചത് ഓർക്കുന്നത് അങ്ങനെയാണ്, എൻ്റെ മനസ്സിലുള്ളത് അങ്ങനെയാണ്. ഒരു ക്യാരക്ടർ നമ്മളോട് പറഞ്ഞു, അല്ലെങ്കിൽ ആ കഥ പറഞ്ഞു തന്നു, ആ സ്ക്രിപ്റ്റ് നമ്മൾ വായിച്ചു, അപ്പോഴേക്കും തന്നെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ ആ ഒരു സ്ഥലത്തെത്തി. പിന്നെ അവിടുത്തെ നമ്മൾ പറയുന്ന നമ്മുടെ കൂടെയുള്ള ആൾക്കാരെല്ലാം അവിടെ ഉണ്ട്, നമ്മളവിടെ ഉണ്ട്, നമ്മളുടെ കൂടെയുള്ള ബാക്കിയുള്ള എല്ലാ സിറ്റുവേഷൻസും എല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ 3/4 ഭാഗം നമ്മളവിടെ ഉണ്ട്. പിന്നെയുള്ള കാര്യം നമുക്ക് ആ സിറ്റുവേഷൻ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഒരു സീൻ തന്നു, ആ സിറ്റുവേഷൻ
അത് അങ്ങനെ അറിയാതെ സംഭവിക്കുന്നതാണ്, അല്ലാതെ ഒരിക്കലും എനിക്കറിയില്ല. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണുള്ളത്. ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ അവർ നന്നായി ചെയ്യുമ്പോഴാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ കൂടെയുള്ള ആൾക്കാരെല്ലാം നന്നായി ചെയ്തതുകൊണ്ട് എനിക്കത് തിരിച്ചു കൊടുക്കാൻ പറ്റിയെന്നുള്ളതാണ്. പിന്നെ നമ്മളെല്ലാം ഗൈഡ് ചെയ്യാനായിട്ട് അവിടെ ഡയറക്ടർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും തെറ്റുമ്പോൾ അവിടെ അവർ മോശമായെങ്കിൽ നമ്മളോടത് പറയും. അപ്പോൾ നമ്മൾ നന്നാക്കാൻ ശ്രമിക്കണം, നമ്മളിൽ പറ്റുന്ന പോലെ നമ്മൾ നന്നാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ സംഭവിച്ചു പോയ കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ശങ്കരേട്ടനൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഇത് ചെയ്യുമ്പോൾ. അപ്പോൾ എനിക്ക് ഓരോ സീൻ ഓരോ ഷോട്ട് ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ കുഴപ്പമുണ്ടോ, എന്തെങ്കിലും തെറ്റിയോ, ഇടയ്ക്കിടയ്ക്ക് അത് ചോദിക്കും. ഞാൻ കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് ഇവരുടെ മുഖത്തേക്ക് നോക്കും, ഡയറക്ടറെ ശങ്കരേട്ടൻ. അപ്പോൾ അവരുടെ ഫേസിൽ നിന്നാണ് ഞാൻ പിന്നെ ബാക്കി അടുത്തറിയണത്. അപ്പോൾ അങ്ങനെ അപ്പോൾ ശങ്കരേട്ടൻ വന്ന് സുരേഷും അതെ ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. ഭയങ്കര സപ്പോർട്ടിങ്. ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ക്യാരക്ടറാണ് ചെയ്യാൻ. ബിക്കോസ് ഒരുപാട് എമോഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ്. ഒരുപാട് വേരിയേഷൻസ് ആവശ്യമാണ്. അത് ഓരോ ഘട്ടത്തിലും ഒരു 40 years അല്ലേ തുടക്കം, 40 വയസ്സ് തൊട്ട് 75 വയസ്സ് വരയ്ക്കുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ഓരോ ഘട്ടവും അത് ആസ് എൻ ആക്ടർ ഞാൻ പറയാണ് കേട്ടോ, നമ്മളും ഇങ്ങനെ സിനിമയിൽ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയി ഓരോ എമോഷൻസിലൂടെ കടക്കുമ്പോൾ അതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ വളരെ ഭംഗിയായിട്ടും വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ണ് നിറയുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഈ സിനിമയിലുണ്ട്. ലാസ്റ്റിലൊക്കെ വരുമ്പോഴേക്കും ഒരു എല്ലാം മറന്ന് മൈൻഡൊക്കെ പോയി അങ്ങനെ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ. അത് വലിയ ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. നമുക്ക് കരയാം, അല്ലെങ്കിൽ നമുക്ക് അതുപോലെയൊക്കെ അഭിനയിക്കാം. പക്ഷെ അതല്ല, പല വേരിയേഷൻസ്, അതാണ് ഞാൻ പറഞ്ഞത്. മുഖത്തിലൂടെ കടന്നു വരുന്ന ആ സിറ്റുവേഷൻസ് ഒക്കെ വളരെ ഭംഗിയാണ്. ആ മഴയത്തൊക്കെ ചെയ്യുന്ന സത്യത്തിൽ എനിക്കില്ല. ഞാൻ ഓൾമോസ്റ്റ് ഞാൻ പോയിരുന്നു, ഔട്ടായിരുന്നു. മഴ ആ ഒരു സീൻ നമുക്കേ എനിക്കൊണ്ട് എന്തോ ഒരു പ്രേതബാധ ഉണ്ടായ പോലെ അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്ത്. അല്ല ഇവിടെയൊക്കെ ഒരു വല്ലാത്തൊരു ഇതായിരുന്നു, പ്രഷറായിരുന്നു, ടെൻഷൻ കൊണ്ടായിരിക്കും. ശരിക്കും നല്ലൊരു ആർട്ടിസ്റ്റ് ഒരിക്കലും പ്രിപ്പറേഷൻ വേണ്ട. ആ സമയത്ത് അവർ അങ്ങനെയായി മാറാണ്. ഇപ്പോൾ നിഷ അങ്ങനെയാണ് സംഭവിച്ചത്. കാരണം നിഷ നിഷയുടെ, പക്ഷേ ആ ഒരു ക്യാരക്ടർ ആകുമ്പോൾ നിഷയല്ല. അവർ അറിയാണ്ട് എന്തൊക്കെ അവരുടെ മനസ്സിലേക്ക് മുഖത്തും വന്നു പോകുന്നതാണ്. അവളുടെ ആക്ഷൻസും അവരുടെ ആക്ടിവിറ്റീസൊക്കെ അറിയാണ്ട് അങ്ങനെ ആയി പോകുന്നതാണ്. അതാണ് നല്ലൊരു ആർട്ടിസ്റ്റ്. നമ്മൾ പറഞ്ഞു ഡയറക്ടറിന് അതുപോലെ അവർക്ക് ഒരു സംഭവം കിട്ടിയാൽ അത് അവർക്ക് ഡെവലപ്പ് ചെയ്യാം. ആ ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ അറിയാണ്ട് വരുന്ന സാധനങ്ങളാണ്. മനസ്സിലായില്ല? അത് നിഷ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം സാറിന്റെ ഒരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഈ ശോകഗാനങ്ങളുണ്ടല്ലോ, ശോകഗാനങ്ങൾ, വിഷമിപ്പിക്കുന്ന ഗാനങ്ങൾ, സാറിന്റെ പാട്ട് നമ്മളിപ്പം കേൾക്കുമ്പോൾ എപ്പോഴും ഒരു വേദനയായിരിക്കും. ഇപ്പൊ 1 മുതൽ 0 വരെ ആണെങ്കിലും ഒക്കെ ഒരുപാട് മൂവീസ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ട്. ശോകഗാനങ്ങളുടെ ഒരു സ്പെഷ്യലിസ്റ്റ് ആണെന്ന് പറഞ്ഞ് സാറിനെ അറിയപ്പെടുന്നുണ്ട്. എന്നാണ് അതിന്റെ മാജിക്? ഞാൻ എപ്പോഴും സാറിന്റെ അടുത്ത് മാജിക്കിനെ പറ്റി മാത്രം ചോദിക്കാം. ഞാനേ നമ്മൾ കടന്നു വന്ന വഴികൾ ഒരുപാട് വേദന നിറഞ്ഞ വഴികളാണ്. കല്ലും മുള്ളും മണ്ണും പിന്നെന്താ അങ്ങനെ കുപ്പിച്ചിലൂടെ ഒക്കെ നടന്നു വന്നൊരാളാണ്. അപ്പോൾ എനിക്കത് പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റും. ഒരു വേദന എന്താ പറയുക, ഭയങ്കര പെയിൻഫുൾ സാധനങ്ങളൊക്കെ പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ മനസ്സിനകത്ത് തന്നെയുണ്ട്. ഇവിടെ എല്ലാ സിറ്റുവേഷനും എനിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ കറുപ്പിനഴക് ഓ ഇതല്ല തെക്കി നീ കോലായ ചുമരിൽ ഞാനുണ്ട്, അതല്ല കൺകരളിൽ പല പല ടൈപ്പുകളും എനിക്ക് ചെയ്യാൻ പറ്റും. അതെന്ന് വെച്ചാൽ ഞാൻ ചിന്തിക്കുന്നതല്ല. ആ സമയത്ത് സിറ്റുവേഷനിൽ ഡയറക്ടർ പറയുന്നു നമ്മൾ അങ്ങനെ ആയി മാറുകയാണ്. നമ്മളും എന്താ പറയുക ആ മുകളിലേക്ക് നമ്മൾ പെട്ടെന്ന് പോകും. അങ്ങനെ സംഭവിക്കുന്നതാണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ സങ്കടങ്ങളോടൊരു പ്രത്യേക ഇഷ്ടമാണ് എനിക്ക്. ഞാൻ എപ്പോഴും ഒരു മൂഡി ഫീലാണ്. ഞാനങ്ങനെ ആരോട് അങ്ങനെ കൂടുതൽ സംസാരിക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കും എപ്പോഴും. സെയിം സ്വഭാവം എനിക്ക് സെയിം സ്വഭാവമാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ മാറി ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടാറുണ്ട്. എനിക്ക് സങ്കടങ്ങൾ ഇഷ്ടമാണ്. വെറുതെ ഒന്നും ആലോചിക്കാതെ ചിലപ്പോൾ മാറിയിരിക്കും. അതൊരു സുഖമാണ് അല്ലേ? അതെ അതെ. ഇങ്ങനെ ആളുകളോട് അതുപോലെ ഞാൻ ക്രൗഡുള്ള സ്ഥലത്ത് നിന്ന് അധികം പോകാറില്ല. പിന്നെ പോകുന്നാലും ഞാൻ ഒത്തിരി മാറിയിരിക്കും. ഇങ്ങനെ അതെൻ്റെ ഒരു കുഴപ്പമൊന്നും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ കാരണം അങ്ങനെ ജീവിച്ച് ഇങ്ങനെ പോകുന്ന ഒരാളാണ്. പണ്ടൊക്കെ ഒരുപാട് പട്ടിണി എടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ ആ ഒരു ഇത് നമ്മളിൽ എപ്പോഴും അതുണ്ടാവും. ചില ആൾക്കാരുടെ ക്യാരക്ടറാണത്.
എന്താ ചില ആൾക്കാരുടെ ക്യാരക്ടറാണ് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടം, ഒരുപാട് സൗണ്ട് കേൾക്കാൻ. എനിക്കൊന്നും ഒരുപാട് സൗണ്ട് കേൾക്കാൻ ഇഷ്ടമല്ല. അത് ചില ആൾക്കാർക്ക്. പക്ഷെ ചില ഇപ്പോഴത്തെ കുട്ടികൾക്ക് എപ്പോഴും ഈ സാധനം ഉള്ളിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പാട്ട് കേട്ടോണ്ട് നമ്മൾ പഠിക്കുന്നത്. ഈ രണ്ട് സംഭവം എങ്ങനെ പോകുന്ന ഒരു പിടിയില്ല. ഓക്കെ, എനിക്ക് ശങ്കർ സാറിന്റെ കുറച്ച് പഴയ ഫോട്ടോസിന്റെ ഒരു റിയാക്ഷൻ ചോദിക്കാനുണ്ട്. ഫസ്റ്റ് ഫോട്ടോ അതായത് ഇതാ ഇന്നു മുതൽ എന്ന് പറഞ്ഞ സിനിമയില് ഈ സമയത്ത് എന്തെങ്കിലും മെമ്മറീസ് ഒക്കെ ഉണ്ടോ സാറിന്? തീർച്ചയായിട്ടും ലാലു, മോഹൻലാൽ, ഞങ്ങൾ 3 പേരും ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇവര് രണ്ടുപേരും ഗസ്റ്റ് റോൾ ചെയ്തിരുന്നു ഈ ഫിലിമില്. ഇതായിരുന്നു മുതൽ TS സുരേഷ് ബാബു ഇല്ലേ, ഇപ്പൊ DNA ഒക്കെ ചെയ്തു. പുള്ളിയുടെ ആദ്യത്തെ ഫിലിമാണ്. പുള്ളി വിശ്വംഭരൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. പുള്ളി ആദ്യമായി ഡയറക്ട് ചെയ്ത സിനിമയാണ് മഞ്ഞിലെറിഞ്ഞ പൂക്കള്. അത് അതിൻ്റെ 200-ാം ദിവസമാവുന്നു. ഇവിടെ ട്രിവാൻഡ്രത്ത് വലിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അവിടെയാണ് നസീർ സാറായിരുന്നു ചീഫ് ഗസ്റ്റ്. അന്ന് അവിടെ വെച്ചാണ് പടയോട്ടം എന്ന് പറയുന്നൊരു ഫിലിം ഞാൻ നസീർ സാറിൻ്റെ മകനായിട്ട് അഭിനയിച്ചു. മോഹൻലാൽ മമ്മൂക്കയുടെ മകനായിട്ട് അഭിനയിച്ച ആ പൂർണിമയുണ്ടായിരുന്നു. ആ സിനിമ അനൗൺസ് ചെയ്ത് അവിടെ വെച്ച് നവോദയയുടെ ജിജു സാറ് ചെയ്തവിടെ. ഈ മഞ്ഞൾ വിതഞ്ഞ പൂക്കൾ എനിക്ക് തോന്നുന്നത് കുറെ ആൾക്കാരുടെ ആദ്യത്തെ സിനിമയാണല്ലോ. ഇപ്പൊ സാറിന്റെ ആണെങ്കിലും ലാലേട്ടന്റെ ആണെങ്കിലും പൂർണിമ ചേച്ചിയുടെ ആണെങ്കിലും ഒരുപാട് പേരുടെ ആദ്യത്തെ സിനിമയാണ്. ഏറ്റവും വലിയ എനിക്ക് തോന്നുന്നത് അവിടെ നിന്ന് കിട്ടിയ ഒരു അനുഭവമായിട്ട് സാർ വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു തലരാഗം എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്യുമ്പോൾ തമിഴിൽ ഫസ്റ്റ് അവിടെ നമ്മളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാനൊന്നും അവർ നമ്മൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നല്ലാതെ വേറെ ഇൻപുട്സ് ഒന്നും അവരുടെ കയ്യിൽ നിന്നുണ്ടാവില്ല. അപ്പം നമ്മൾ എൻ്റെ രീതിയിൽ ഞാനത് അഭിനയിച്ചു. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയല്ലായിരുന്നു. ഇതിൽ ഫാസിൽ എന്ന് പറയുന്ന ഡയറക്ടർ പാച്ചിക്കാർ വലിയൊരു ഗൈഡൻസ് ആയിരുന്നു എനിക്ക്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അഭിനയത്തിൽ എനിക്ക് മഞ്ഞിലൊരിഞ്ഞ പൂക്കളുമായി പിന്നീട് ഒരു സിനിമ ചെയ്യാൻ പറ്റിയിട്ടില്ല. സിനിമകൾ ഒരുപാട് ഹിറ്റായിട്ടുണ്ട്, അതല്ല. പക്ഷെ ആ സിനിമയിൽ എൻ്റെ ക്യാരക്ടറൈസേഷൻ, എൻ്റെ സ്റ്റൈല്, എൻ്റെ ഇതെല്ലാം വേറൊരു വ്യത്യാസമായിരുന്നു. അതുവരെയ്ക്ക് മലയാള സിനിമയിൽ ഇല്ലാത്ത ഒരു സ്റ്റൈലായിരുന്നു എൻ്റെ. അതെല്ലാം എനിക്ക് ഗൈഡ് ചെയ്ത് തന്നത് വാശിക്കാണ്, ഫാസിലാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ അനുഭവം ഈ സിനിമയിൽ. ഈ ഒരു കോംബോയെ കാണിച്ചില്ലെങ്കിൽ അത് ചന്ദനക്കുറിയുമായി വാ, ആ പാട്ടാണ്. അത് ഒരു നോക്ക് കാണാൻ പറഞ്ഞ സിനിമയിൽ. മേനക, ഓഫ് കോഴ്സ് മേനകയും ഞാനും ഞങ്ങളുടെ ജോഡി ഭയങ്കര ഹിറ്റായിരുന്നു. ഒരു ലക്കി ജോഡിയായിരുന്നു. 32 സിനിമ എനിക്ക് തോന്നുന്നു. ഞാൻ അതിൽ കൂടുതലുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ കണക്കൂടെ 32 സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് ഹീറോയിനായിട്ട് അഭിനയിച്ചു. ഒരു കാലത്ത് ശങ്കർ മേനക എൻ്റെ അമ്മ ഒരു കാലഘട്ടം എന്തായിരുന്നു. എനിക്ക് എന്റെ മോഹങ്ങൾ അതൊരു അത് ഭയങ്കര ഒരു വല്ലാത്തൊരു മൂവിയാണ്. ഞങ്ങളെ ഒരു സ്റ്റാർ ഇതാക്കുന്നത് ആ സിനിമയാണ്. പിന്നെ എങ്ങനെ നീ മറക്കും, മുത്തോട് മുത്ത്, കുറേ സിനിമകൾ വന്നു. ഉച്ചക്കൊരു മൂക്കുത്തി ഒക്കെ കുറേ സിനിമകൾ വന്നു. ഇല്ല, എനിക്ക് പാടാറില്ല. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സോങ്ങാണത്. നല്ല സോങ്സ്, അതൊരു മെലഡി അല്ലേ? മെലഡി അല്ലേ? അതൊരു ഭയങ്കര നല്ലൊരു സോങ്ങാണ്. ഒരു നല്ല ലവ് സ്റ്റോറി. ഭദ്രന്റെ ഫസ്റ്റ് മൂവിയാണ് എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു. ഒരു അതിലെന്റെ മോഹങ്ങൾ പൂവണി. ഞാനൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ്, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അന്നത്തെ സൂപ്പർ സോങ്സ് സത്യം സൂപ്പർ ആയിരുന്നു. അത് ഈ ചേച്ചി ഇത്രയും ഫാൻ ആയിരുന്നല്ലോ, അപ്പം ശങ്കർ സാറിനെ ഫസ്റ്റ് കണ്ട ഒരു മൂമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഈ മൂവിയിൽ സത്യം പറയും, ഈ മൂവിയിൽ വിളിച്ചപ്പോ ഇതൊക്കെ പറഞ്ഞതെല്ലാം കഴിഞ്ഞു, ഈ ടെൻഷനൊക്കെ കഴിഞ്ഞപ്പോ പിന്നെയാണ് പറയണത് ശങ്കരേട്ടൻ. അത് ഫസ്റ്റ് ഡേ തന്നെ പറഞ്ഞു ശങ്കരേട്ടനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ആബ്സെന്റ് ആയിരുന്നു. ശങ്കരേട്ടൻ വിളിക്കുമെന്ന് പറഞ്ഞോട് ശങ്കരേട്ടൻ വിളിക്കും. ഞാൻ എല്ലാ ദിവസവും ഫോൺ ഭയങ്കര ബെല്ലൊക്കെ കൂട്ടി വെച്ചു വിളിച്ചപ്പോ തന്നെ എടുക്കാൻ വേണ്ടിട്ട്. പലപ്പോഴും ഞാൻ ഫോൺ എടുക്കില്ല എന്നുള്ള പരാതി എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ശങ്കരേട്ടൻ വിളിക്കുമെന്ന് ശേഷം റിംഗ് ഒക്കെ കൂട്ടി വെച്ച് ഫോൺ എപ്പോഴും കൂടെ പറയും. അപ്പൊ അമ്മ എന്ത് ഫോൺ എപ്പോഴും പതിവില്ലാതെ ഫോൺ, അത് ഒന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് ഫോൺ വന്നപ്പോ അത് ശങ്കരേട്ടൻ വിളിക്കുന്ന അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വിളിച്ചപ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റ്.
കാരണം നമ്മുടെയൊക്കെ സൂപ്പർ ഹീറോ ആയിരുന്നല്ലോ അതെ അതെ. അല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാനൊക്കെ ശങ്കരേട്ടൻ്റെ ഒക്കെ ഭയങ്കര ഫാനായിരുന്നേ. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരാള് നമ്മളെ വിളിക്കുമെന്ന് നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇപ്പൊ ഇത്ര അടുത്തൊക്കെ ഇരിക്കുന്നത് എന്നെ സംബന്ധിച്ച് ലോട്ടറിയാണ്. ഓക്കെ, അടുത്ത ഈ ഒരു പിക്കും കൂടെ. ഇത് ഏത് സമയത്ത്? ഇത് എനിക്ക് തോന്നുന്നു 90 കഴിഞ്ഞിട്ടുള്ള സിനിമ. ശശികുമാർ സാർ ഡയറക്ഷനാണ്. ഇതെൻ്റെ നീതി. ആ സിത്താര ഉള്ളായിരുന്നു അടിപൊളി. അപ്പോൾ എടുത്തുള്ള മൂവി ജൂലൈ 5 റിലീസാവാൻ പോവാണ്. ഫൈനലി എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഉപ്പുമുളകിൻ്റെ ഒരു 3.5 കോടി ജനങ്ങൾ കേരളത്തിൽ നിന്ന് വിജയിപ്പിച്ചൊരു പ്രോഗ്രാമാണ് ഉപ്പുമുളകും. അപ്പോൾ ആ പ്രേക്ഷകര് ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും, നിങ്ങൾ എനിക്ക് തന്ന ആ സപ്പോർട്ട്, ഞങ്ങളുടെ കുടുംബത്തിന് തന്ന ആ ഒരു സപ്പോർട്ടാണ് എനിക്ക് ഇവിടെ ഇരിക്കാൻ ഭാഗ്യം കിട്ടിയത്. ഇനി മുന്നോട്ടുള്ള യാത്രയിലും നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അതുകൊണ്ട് പ്ലീസ് എല്ലാവരും കണ്ട് വിജയിപ്പിക്കണം. ഓക്കെ, ഓക്കെ, താങ്ക് യു സോ മച്ച്.